CPMന്റെ പാർട്ടി ഫണ്ട് വെട്ടിച്ചെന്ന കേസിൽ മധു മുല്ലശ്ശേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് അപേക്ഷ തള്ളിയത്. വിവരങ്ങളുമായി VS അനുരാഗ് ചേരുന്നു. അനുരാഗ്, ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുമോ? വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അറസ്റ്റിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ പോലീസുമായി സംസാരിക്കുമ്പോൾ നിലവിൽ രാത്രിയുള്ള അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള മറുപടിയാണ് അവർ നൽകുന്നത്. പക്ഷേ അത് അനൌദ്യോഗികമാണ്. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാനായിരിക്കും മധു മുല്ലശ്ശേരി തീരുമാനിച്ചിരിക്കുക. മംഗലപുരം ഏരിയ സമ്മേളനത്തിനായി പിരിച്ച തുക വെട്ടിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി CPM പോലീസിൽ പരാതി നൽകിയതിന് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. തട്ടിപ്പ്, വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കഴിഞ്ഞ ഡിസംബർ 1-നാണ് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ഏരിയ സെക്രട്ടറി ആക്കാത്തതിനെ വീണ്ടും ഏരിയ സെക്രട്ടറി ആക്കാത്തതിനെ തുടർന്നായിരുന്നു സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. തുടർന്ന് BJPയിൽ ചേരുകയും ചെയ്തു. പോത്തൻകോട് നടന്ന സമ്മേളനത്തിൽ മൈക്ക് സെറ്റ്, പന്തൽ, അലങ്കാരം തുടങ്ങിയവയ്ക്ക് ബാക്കി നൽകേണ്ട പണം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കരാറുകാർ പരാതിപ്പെട്ടതോടെയാണ് ഈ തട്ടിപ്പ് പുറത്തായത്. നിലവിലെ ഏരിയ സെക്രട്ടറി ജലീൽ ആദ്യം ആറ്റിങ്ങൽ DYSPക്ക് പരാതി നൽകി. പിന്നീട് മംഗലപുരം ഏരിയയിലെ 10 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും മംഗലപുരം പോലീസിൽ പരാതി നൽകി. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏരിയ സമ്മേളന നടത്തിപ്പിനായി 129 ബ്രാഞ്ചുകൾ 2500 രൂപ വീതം പിരിച്ച് 3.25 ലക്ഷം രൂപയാണ് ലോക്കൽ കമ്മിറ്റി വഴി ഏരിയ സെക്രട്ടറിയായ മധുവിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ പല വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മധു ലക്ഷങ്ങളുടെ പണപ്പിരിവ് നടത്തിയെന്നും പരാതിയിലുണ്ട്. ഈ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഉടൻ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ അദ്ദേഹം നൽകുകയും ചെയ്തു. അതാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അടുത്ത നീക്കം നിർണായകമാകും. VS അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.